ഇനി 996 നിങ്ങൾ എടുത്താൽ വ്യത്യസ്തമാണ്. 996 ശ്രീ ദേവഗൌഡിയും ശ്രീ ഐ.കെ. ഗുജറാളും ഒക്കെ പ്രധാനമന്ത്രിമാരായ തെരഞ്ഞെടുപ്പിൽ കേരളം കുറെ കൂടി എൽ.ഡി.എഫിന് അനുകൂലമായിരുന്നു, കുറച്ചുകൂടി സീറ്റ്. ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലൊക്കെ അന്ന് എൽ.ഡി.എഫ് ആണ് ജയിച്ചത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾ ഓർക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പിലും നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് ലോക്സഭാ സ്ഥാനാർത്ഥികളെക്കാൾ വോട്ട് കിട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് അല്ലാതെയും തിരിച്ചും വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ നിയമസഭയിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മലയാളി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരേ മനുഷ്യനാണ്, ഒന്നൊരു മുന്നണിക്കും മറ്റൊന്ന് വേറെ മുന്നണിക്കും, ഒരേ ദിവസം ഒരേ സമയത്ത് ഒരേ മനുഷ്യൻ രണ്ട് മുന്നണിക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം പ്രത്യേകിച്ച് 2011 മുതൽ നടക്കുമ്പോൾ എൽ.ഡി.എഫ് കേരളത്തിൽ 68 കുറയാത്ത സീറ്റ് നേടിയിട്ടുണ്ട്. 2011 വിജയിച്ച് പോകേണ്ടതായിരുന്നു. നിങ്ങൾ ആ ഫലം ഓർക്കുന്നില്ല. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം നടക്കുമെന്നൊരു ചാനൽ സ്റ്റുഡിയോയിലിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുക. എനിക്കിത് തന്നെ ഇത് ജയിക്കോ തോക്കോ എന്ന് പറയാൻ പറ്റാത്ത സമയം. 2011 ഒരു 2020 ക്രിക്കറ്റിന്റെ ലാസ്റ്റ് ഓവറിലെ ലാസ്റ്റ് ബോളിൽ റണ്ണൌട്ടായി തോറ്റതുപോലെയാണ് 2011 തോറ്റു. 2016 എത്തിയപ്പോ 91 സീറ്റ് എൽ.ഡി.എഫിന് ലഭിച്ചു. 2016 നിന്ന് 2021 എത്തിയപ്പോ വോട്ട് വിഹിതവും വർദ്ധിച്ചു, സീറ്റിന് എണ്ണവും കൂടി. ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇപ്പോ 2021 തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള ജനുവരി മാസം നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോ ആരെങ്കിലും കരുതിയിരുന്നോ തുടർഭരണം ഉണ്ടാകുന്നു? 2016 തൊട്ടു മുമ്പ് ആരെങ്കിലും കരുതിയിരുന്നോ ഭരണത്തിൽ വരും എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതേ ഉറപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് ജനത്തെയാണ് വിശ്വാസം. ജനങ്ങൾ പറയുന്നത് കേൾക്കുക, എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക, അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ശേഷം ഞങ്ങൾ നടത്തിയ ഒരു സംഘടനാപരമായ വർക്കും വീടുകളിൽ പോയി ആളുകളെ കേൾക്കാനാണ് പോയത്. ഞങ്ങൾ പറയാൻ പോയതല്ല, കേൾക്കുകയും ചെയ്തപ്പോൾ പലയിടത്തും പ്രാദേശികമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി, അതൊരു പ്രധാന, ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ 1000 വോട്ട് അല്ല ചുരുങ്ങിയ വോട്ടാണ്ടാവും. അവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ UDF-ന് നിൽക്കുകയാണ്. എല്ലാ ദിവസവും കാണുന്നയാളാ സ്ഥാനാർത്ഥി. വോട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രാദേശിക പ്രശ്നമുണ്ട്, സ്ഥാനാർത്ഥി പ്രശ്നമുണ്ട്. ഇതൊരു വസ്തുതയാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലും ആത്മവിശ്വാസക്കുറവില്ല. വിജയിച്ചു വരും. അതിൽ കോഴിക്കോട് ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, 13-ൽ 13 സീറ്റും LDF വിജയിക്കും എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിന് നിങ്ങൾക്ക് പരസ്യമായിട്ട് സഹകരിക്കുന്നതിന് പ്രയാസമുണ്ടാവും, പണി പോയി പോകും ചിലപ്പോൾ. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളിൽ പലരും LDF തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് മുഖം കണ്ടാൽ അറിയാം. അപ്പോ മനസ്സുകൊണ്ടുള്ള പിന്തുണ തരണം. പരസ്യമായിട്ട് പിന്തുണ എത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണത്. മൂന്നാമത് LDF ഗവൺമെന്റ് വരും. അതൊക്കെ പിന്നീട്, അത് കഴിഞ്ഞിട്ടല്ലേ തീരുമാനിക്കുക. MA ബേബി സഖാവിനെ അറിയുന്ന ആരും അതൊരു ട്രോളായി പറയില്ല. ഞാന് യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരു 4-5 കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് പലപ്പോഴും ഭക്ഷണം കഴിക്കുക ബേബി സഖാവിന്റെ കൂടെയാണ്. അത് നമ്മുടെ ഓഫീസിൽ നിന്നായാലും കഴിക്കും, അല്ലെങ്കിലും ഓഫീസിൽ നിന്ന് കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ സഖാവ് തന്നെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാറുണ്ട്. അതൊക്കെ ഇപ്പൊ ഒരു ട്രോളാക്കണം. അതെന്താ അറിയോ, അതിപ്പോ ഒരു PR വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രചരണം, അല്ലെ? പൊതുവെ നടത്തുന്ന പ്രചരണം. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് അങ്ങനെ തോന്നും. MA ബേബി സഖാവിനെയും പൊതുവെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ MA ബേബി സഖാവിനെ അറിയുന്നവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. അതിലൊക്കെ വെറുതെ ഇപ്പോഴത്തെ പറഞ്ഞ അനാവശ്യമായ
കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക. സഖാവ് എം എ ബേബിയുടെ നേതൃത്വത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം എടുത്ത രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നത് CPIM-ന് മാത്രമാണ്. കർണാടക പ്രതീക്ഷയോടുകൂടി മതനിരപേക്ഷ മനസ്സുകൾ ഉൾപ്പെടെ BJP-യെ താഴെ ഇറക്കി കോൺഗ്രസിനെ വിജയിപ്പിച്ചു. ബുൾഡോസർ കൊണ്ടല്ലേ വീടുകൾ തകർത്തത്? അവിടെ ശക്തമായ നിലപാടെടുത്തത് സഖാവ് എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള CPIM ആണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതെവിടെയും ചർച്ചയുണ്ടോ? അത് ചർച്ച ചെയ്യാതെ പാത്രം കൈകല ചർച്ച. ആയിരക്കണക്കിന് പാത്രങ്ങളും വീടും തകർക്കപ്പെട്ടു ബുൾഡോസർ കൊണ്ട്. അത് ചർച്ചയുണ്ടോ? അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം.